ഹായ് ഫ്രണ്ട്സ്, ആരതീസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ തയ്യൽ ടേപ്പില്ലേ, തയ്യൽ ടേപ്പിനെ പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ മനസ്സിലാക്കി തരും. അതാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിനു മുന്നേ എൻ്റെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ചാനലിൽ മെഹന്തി, ഹാൻഡ് എംബ്രോയ്ഡറി, തയ്യൽ ടിപ്സ് ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോസാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവർ കൂടെ കൂടിക്കോളി. പിന്നെ വേറൊരു കാര്യം, ഈ തയ്യൽ ടേപ്പ് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാട്ടോ. ഞാൻ പുതിയതായിട്ടൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ച്, അപ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് സെറ്റായിട്ട് വാങ്ങിച്ചതാണിത്. അപ്പോൾ ഇത് തയ്യൽ ടേപ്പ് മാത്രമല്ല, 50 നൂല്, ടേപ്പ്, ബോവന്, കേസ്, നൂൽ മുറിക്കാനുള്ള ചെറിയ കത്രിക, ഇങ്ങനെ എല്ലാം കൂടെ ഞാൻ സെറ്റായിട്ടാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. അപ്പം ഈ തയ്യൽ ടേപ്പിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ, അവർക്കൊന്നും ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയാൻ പാടില്ലായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം മിക്കവർക്കും ഉള്ള സംശയമാണ്, ഒരു തയ്യൽ ടേപ്പിൽ ഇഞ്ച് എവിടെയാണ്, സെൻറ്റിമീറ്റർ എവിടെയാണ്, കാല്, അര, മുക്കാല് അതെവിടെയാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്, അളവെടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇഞ്ചും സെൻറ്റിമീറ്ററും എവിടെയാണെന്നുള്ളതാണ്. ഒരു ടേപ്പിൽ ഇഞ്ച് എവിടെയാണ്, സെൻറ്റിമീറ്റർ എവിടെയാണ്, ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ 0 മുതൽ, ഇവിടെ മെറ്റൽ ഉള്ളത് കൊണ്ടാണ് ഈ 0 നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. 0 മുതൽ 1, 2, 3, 4, 5, 6 അങ്ങനെ ഇതെവിടം വരെ പോകുന്നുണ്ട്, അങ്ങനെ 60 വരെ പോകുന്നുണ്ട്. ഇങ്ങനെ 0 മുതൽ 1, 2, 3, 4, 5 അങ്ങനെ 60 വരെ പോകുന്നതാണ് ഇഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ 60 ഇഞ്ച് എന്ന് പറയുന്നത് 5 അടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ടേപ്പ് എന്ന് പറയുന്നത് മൊത്തത്തിൽ 5 അടിയുള്ള ടേപ്പാണ് ഇത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് സെൻറ്റിമീറ്റർ. ഈ സെൻറ്റിമീറ്റർ വന്നിട്ട് 150 അടി വരെയാണ് സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തയ്യലിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഞ്ചിലാണ് അളവ് എടുക്കുന്നത്. സെൻറ്റിമീറ്ററിൽ അങ്ങനെ ആരും എടുക്കാറില്ല. കൂടുതൽ ആൾക്കാരും ഇഞ്ചിലാണ് അളവെടുക്കാറുള്ളത്. പിന്നെ ഇവിടെ സെൻറ്റിമീറ്ററിൽ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ. പിന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടേപ്പിൽ കാല്, അര, മുക്കാല് അത് കറക്റ്റായിട്ട് നമ്മൾ എടുക്കാൻ പഠിച്ചിരിക്കണം. അതായത് ഈ ഒരു ടേപ്പിൽ 1 മുതൽ 2 വരയുടെ ഇടയ്ക്ക് മൊത്തം 7 വരകളാണ് ഉള്ളത്. 1 to 2 വരെയുള്ളതിലിടയ്ക്ക് മൊത്തം 7 വരകളാണ് ഉള്ളത്. ഈ 7 വരകളും തമ്മിലുള്ള അകലം, ഈ 1 മുതൽ 1 കഴിഞ്ഞുള്ള ഈ രണ്ടാമത്തെ വലിയ വരയ്ക്കാണ് നമ്മൾ കാലെന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ വലിയ വരയ്ക്കാണ് നമ്മൾ അര എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള വലിയ വരയ്ക്കാണ് നമ്മൾ മുക്കാലെന്ന് പറയുന്നത്. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 1 മുതൽ ഈ കുഞ്ഞു വര ഉണ്ടല്ലോ, 1 കഴിഞ്ഞൊരു കുഞ്ഞു വരയില്ലേ, അതുവരെയുള്ള 1 മുതൽ ഈ കുഞ്ഞു വരെയുള്ള അകലമെന്ന് പറയുന്നത് 0.125 ആണ്. അപ്പം 1 മുതൽ ഈ രണ്ടാമത്തെ വലിയ വരെയുള്ള അകലം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഈ 0 പോയിൻറ്റ് ദേ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 0.125 പ്ലസ് 0.125 ഇവ തമ്മിൽ കൂട്ടി കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 0.25 ആണ്. ഈ 0.25 ആണ് ഈ 1 മുതൽ ഈ രണ്ടാമത്തെ വര വരെയുള്ള അകലം എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ വരയുടെ അകലം കണ്ടുപിടിക്കാൻ, 1 മുതൽ മൂന്നാമത് കാണുന്ന വര വരെയുള്ള അകലം നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് 3ഉം തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പം മൂന്നാമത്തെ അകലം കിട്ടും. ആ കിട്ടുന്ന ഉത്തരത്തോടെ കൂട്ടി ഇത് 4ഉം കൂടെ കൂട്ടുമ്പോഴാണ് ഇത് മുതൽ ഇവിടം വരെയുള്ള അകലം നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഈ കാണുന്ന കുഞ്ഞു വരയിലെ 1 കഴിഞ്ഞുള്ള ഈ കാണുന്ന കുഞ്ഞു വര വരെയുള്ള അകലം എന്ന് പറയുന്നത് 0.125 ആണ്. അത് കഴിഞ്ഞ് കാണുന്ന വലിയ വരയുടെ അകലം എന്ന് പറയുന്നത് 0.25. അത് കഴിഞ്ഞ് കാണുന്ന കുഞ്ഞു വരയുടെ അകലം എന്ന് പറയുന്നത് 0.375. അത് കഴിഞ്ഞ് കാണുന്ന വലിയ വരയുടെ അകലം എന്ന് പറയുന്നത് 0.5. അത് കഴിഞ്ഞ് കാണുന്ന കുഞ്ഞു വരയുടെ അകലം 0.625. അത് കഴിഞ്ഞ് കാണുന്ന വലിയ വരയുടെ അകലം 0.75. അത് കഴിഞ്ഞ് കാണുന്ന കുഞ്ഞു വരയുടെ അകലം 0.875.
അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് 2. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 0.25 എന്ന് പറയുന്നതാണ് 1/4 ഇഞ്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടേ അത് ബുക്കിൽ എഴുതി വെച്ച്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതി വെച്ചിട്ട് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് 0.25 എന്ന് പറയുന്നതാണ് 1/4 ഇഞ്ച്. 0.5 എന്ന് പറയുന്നതാണ് അര എന്ന് പറയുന്നത്. 0.75 എന്ന് പറയുന്നതാണ് 1/4. 1/4, അര, 1/4. ഇപ്പം നമ്മളൊരു തുണിയിൽ അളവെടുത്തു. നമ്മൾ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10.75 എന്നാണ് കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയത്. അപ്പോൾ ഈ 10.75 എന്ന് പറയുമ്പോൾ അതെന്താണ്? 1/4. ഞാൻ പറഞ്ഞല്ലോ 75 എന്ന് പറയുന്നതാണ് നമ്മൾ 1/4 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 10.75 നമുക്കിപ്പോൾ ടേപ്പിൽ അടയാളപ്പെടുത്തണമെന്ന് വെച്ചാൽ ഈ 10 കഴിഞ്ഞ് 75 എന്ന് പറയുന്നത് ഇത് 25, ഇത് 5, ഇത് 75 എന്ന് പറയുന്നതാണ് 1/4. മനസ്സിലായോ? അപ്പോൾ 10.75 എന്ന് പറയുന്നത് 10.75 അപ്പോൾ എന്ത് പറയും? 1/4 എന്ന് പറയുന്നത് ഈ വലിയ വരയായിട്ട് വരും. അപ്പം 10.25 എന്നാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയതെങ്കിൽ ആ 25 എന്ന് പറയുന്നത് 1/4. 25-നാണ് 1/4 എന്ന് പറയുക. ആ 1/4 ഇഞ്ച് ദേ ഇവിടെ വരും. 10.5 എന്നാണെങ്കിൽ അരയാണ്, അത് ഇവിടെ വരും. ഇങ്ങനെയാണ് ഒരു ടേപ്പിൽ നമ്മൾ അളക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ടേപ്പിൽ 1/4, അര, 1/4 എവിടെയാണെന്ന് യാതൊരു സംശയം വരില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അതിന് മറുപടി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.